പോളിക്കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പോളിക്കോട്ടൺ എന്ന് പറയുമ്പോൾ പോളിസ്റ്ററും കോട്ടണും കൂടി മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. പ്യുവർ കോട്ടണേ അല്ല. നമ്മൾ ഒരു കസ്റ്റമറൊക്കെ കമന്റ് ചെയ്യണ കണ്ടു ഇത് പോളിസ്റ്റർ ആണെന്ന്. ആക്ച്വലി ഇത് പോളിസ്റ്റർ തന്നെയാണ്. 65% പോളിസ്റ്ററും 35% കോട്ടണും ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. നമ്മളിതൊന്നും ഹൈഡ് ചെയ്യാറില്ല. പോളിക്കോട്ടൺ ഫാബ്രിക് ആണ്. നമുക്ക് ഡെയിലി യൂസിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. പെട്ടെന്ന് വാഷ് ചെയ്ത് ഉണങ്ങിയെടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു ഫാബ്രിക് ആണ്. 59 രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഒരു മീറ്ററിന് വന്നിരിക്കുന്നത്. 42 ഇഞ്ച് വിട്ടില്ല ഫാബ്രിക് ഉള്ളത്. ഒരു ഡിസൈനിന്റെ 4 കളേഴ്സ്. നമുക്കിതൊരു ഇക്കട്ട് സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ്. ഇക്കട്ട് ഫാബ്രിക് നമ്മൾ വെയർ ചെയ്യൂല, പ്യുവർ കോട്ടണിലുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. 4 കളറിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ കളറിലേക്ക് വരുന്നു. അതിനകത്തേക്ക് ഇക്കട്ട് സ്റ്റൈലിലുള്ള പ്രിന്റ് മിൽ പ്രിന്റിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഫാബ്രിക് ആണ്. നെക്സ്റ്റ് വൺ ഒരു പർപ്പിളിന്റെ ഡാർക്ക് കളറിലേക്ക് പോകുന്നു. പ്രിന്റ് എല്ലാം സെയിം ആണ്, ചേഞ്ച് വരുന്നില്ല. ബേസ് കളറിനും പ്രിന്റിന്റെ കളറിനും മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിനകത്തേക്ക് ഇതേ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. 59 രൂപയാണ് ഒരു മീറ്ററിന് പ്രൈസ് വന്നിരിക്കുന്നത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ സ്റ്റൈലിലേക്ക് വരും. നമുക്ക് വീട്ടിലിടാവുന്ന പലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ചെറിയൊരു ടോപ്പിന് പെയർ ചെയ്യാനൊക്കെ നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റൈലിലുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ലാസ്റ്റ് വൺ നേവി ബ്ലൂയിലേക്ക് പോകുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി.